Hi friends, ഞാൻ നിയാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലു ക്രിയേറ്റർ. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട 4 കാര്യങ്ങളാണുള്ളത്. 1 തംബ്നെയിൽ, 2 ടൈറ്റിൽ, 3 ടാഗ്, 4 ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഞാൻ തംബ്നെയിലിനെ കുറിച്ച് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ടൈറ്റിലിനെ കുറിച്ച് നോക്കാം. നമ്മുടെ യൂട്യൂബിൽ 2 തരത്തിലുള്ള വീഡിയോസുകളാണുള്ളത്. ഒന്ന് നമ്മുടെ എന്താ പറയുക, നമ്മൾ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തു 24 അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ വീഡിയോ അങ്ങ് കത്തിക്കയറും. ഒരുപാട് റെക്കമെൻഡേഷൻസും ഒരുപാട് ഇംപ്രഷൻസും ഒക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടും. പക്ഷേ അത് വളരെ ലിമിറ്റഡ് ടൈമിനായിരിക്കും. അതായത് അത് മാക്സിമം നമുക്ക് ഒരു 8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു മാസത്തോളം നമുക്ക് ആ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ഒരു കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അവർ ചുമ്മാ അവർ ഇംപ്രഷൻസ് വന്നിട്ട് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെ കൊണ്ട് നമുക്കൊരു സ്റ്റേബിൾ ചാനൽ നമുക്ക് കൊണ്ട് നടക്കാൻ കഴിയില്ല. നമുക്കതൊരു 100 പേര് സബ്സ്ക്രൈബ് ചെയ്താൽ അത് നമുക്ക് ഒരു ജെന്യൂൻ സബ്സ്ക്രൈബറെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അതിനൊരു 100 വ്യൂസ് കിട്ടി, പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് അതിനുശേഷം അതിനൊരു 200-300 വ്യൂസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു വ്യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെർച്ച്, അതായത് അവർ സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ട് നിങ്ങളെ തേടി പിടിച്ച് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്റ്റേബിൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരായിരിക്കും നിങ്ങളുടെ ചാനലിലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നല്ല ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഒരു നല്ല ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഒന്നാമതായിട്ടുള്ള കാര്യം, വളരെ സിമ്പിളായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക. നിങ്ങൾ എന്താണോ ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യത്തെ 5 വേർഡ്സിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ഈ 5 വേർഡ്സ് എന്ന് ഞാൻ പറയാൻ കാരണം, ചിലരുണ്ട് നമ്മുടെ ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു 100 ലെറ്റർ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഗൂഗിൾ നമ്മുടെ 65 ലെറ്ററാണ് ഗൂഗിൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അതിൻ്റെ സെർച്ച് എഞ്ചിനിലോട്ട് കാണിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, ഒരു 65 ലെറ്ററിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടൈറ്റിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിങ് ലിസ്റ്റ്, നമ്മുടെ SEO എന്ന് പറയും, നിങ്ങളെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ റാങ്കിങ് ലിസ്റ്റ് ആദ്യത്തെ 10 വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ മലയാളത്തിലാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ നമുക്ക് മലയാളത്തിൽ കൊടുക്കാമോ എന്നെല്ലാവരുടെയും സംശയമാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ടൈറ്റിൽ നമുക്ക് മലയാളത്തിൽ കൊടുക്കാം. നമ്മൾ മലയാളം കൊടുത്ത് എന്ന് വിചാരിച്ച് ഗൂഗിളിന് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്താണോ മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ വീഡിയോയുടെ ടാഗ് ലൈനിലും നമ്മൾ ആ ഒരു വേർഡ് നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഗൂഗിൾ ഇത് രണ്ടും കൂടി മാച്ച് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് കരുതും. മൂന്നാമതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന ടൈറ്റിൽ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ചാനലിലെ വീഡിയോയിലും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് റെക്കഗ്നൈസ് ചെയ്യും, ഇദ്ദേഹം ഈ ഒരു ടൈറ്റിലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അപ്പോൾ ഇതിന് നമുക്കൊരു റാങ്കിങ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റാങ്കിങ് കൊടുക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ്, ഞാൻ അതിനോട് ട്യൂട്ടോറിയൽ വീഡിയോസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ റാങ്ക് 2ാം സ്ഥാനമായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് വ്യൂവേഴ്സിനെ കിട്ടിയിരുന്നു. ഞാൻ വളരെ പെട്ടെന്നായിരുന്നു ഞാൻ എൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു മൈൽ സ്റ്റോൺ റീച്ച് ചെയ്തത്. ഞാൻ അത്ര വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് എൻ്റെ SEOയിലായിരുന്നു, എൻ്റെ റാങ്കിങ്ങിലായിരുന്നു. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ എത്ര ചെറിയ ടൈറ്റിൽ കൊടുക്കുന്നോ അത്രയും നമുക്ക് വ്യൂവേഴ്സിനെ ആകർഷിപ്പിക്കാമെന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഹൗ ടു മേക്ക് എ റൊട്ടി അല്ലെങ്കിൽ ഹൗ ടു മേക്ക് എ ചപ്പാത്തി എന്ന് നിങ്ങൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിമ്പിളായിട്ട് നിങ്ങൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ റാങ്കിങ്ങും മേലോട്ട് വരാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സെർച്ച് ചെയ്യുന്ന ഒരു വ്യൂവറും ചിന്തിക്കും, ഓക്കെ ഇദ്ദേഹം റൊട്ടിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നതിനേക്കാൾ ഒരു യുണീക്കായിട്ടുള്ള ടൈറ്റിൽ നമ്മൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് സബും അതുപോലെ ഒരുപാട് ആളുകളോട് റിക്വസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ നല്ല വീഡിയോസാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എത്തും. അപ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷേ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു വ്യൂവേഴ്സോ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കൂ ഞാൻ എന്ന വീഡിയോ ഏറ്റവും ആദ്യം കാണുവാൻ. അപ്പോൾ നമുക്കൊരു കിടിലൻ യൂട്യൂബ് വീഡിയോയുമായി നാളെ കാണാം. ഹാവ് എ നൈസ് ഡേ.